ഭഗവതി, നീ രക്ഷിച്ചു. ഒടുവിൽ ഈ വിളക്ക് തെളിയിക്കാൻ കഴിഞ്ഞല്ലോ. ഇനി അല്പം പാലോ പഴമോ ഭക്ഷണമായി കഴിച്ചിട്ട് ഉടൻ വേഷം മാറി രാധ ഉടവാൾ പൂജയ്ക്കായി എത്തണം. ഞാൻ അവിടെ ചെന്ന് തയ്യാറെടുപ്പുകൾ എന്തായിന്ന് നോക്കിയിട്ട് വരാം. ശരി. രാധേ, നിന്റെ കൃഷ്ണനാ വിളിക്കുന്നേ. അടുത്തേക്ക് വരാം. കോലക്കുഴൽ വിളിക്കേത്തോ രാധേ എൻ രാധേ. പാൽ നിലാവ് പെയ്യുമ്പോ പൂങ്കിനാവ് നെയ്യുന്നോ. കോലക്കുഴൽ വിളിക്കേത്തോ രാധേ. അവസാന സമയത്താണെങ്കിൽ പോലും നിന്നോട് ഞാൻ എന്റെ കഥകളൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ലായിരുന്നോ എന്റെ കാത്തിരിപ്പ് ഈ രാധയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്? ഇപ്പൊ പറഞ്ഞതിൽ തന്നെ അതിന്റെ ഉത്തരവുമുണ്ട്. അവസാന നിമിഷമല്ലേ എല്ലാം പറഞ്ഞത്. അപ്പോഴേക്കും എന്റെ നാവിന് മറ്റുള്ളവരെ പൂട്ടിട്ട് കഴിഞ്ഞിരുന്നു. വെറുതെ എല്ലാം തുറന്നു പറഞ്ഞ് കൃഷ്ണേട്ടനെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. അത്രയുള്ളൂ. നീ പറയാതിരുന്നാൽ ഒരിക്കലും ഞാൻ എന്റെ രാധയെ തിരിച്ചറിയില്ലെന്ന് കരുതിയോ? എന്റെ ഇഷ്ടവും പ്രണയവും സത്യമുള്ളതാ. അതുകൊണ്ടാണ് ഈ സത്യം മേഘനാഥൻ എന്ന ചെകുത്താന്റെ വായിൽ നിന്നാണെങ്കിലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്റെ ഇഷ്ടത്തിനുണ്ട് ഒരു സത്യം. ഇവിടെ വന്ന് മരിക്കുവാനാണ് എന്റെ വിധിയെങ്കിൽ ഒരിക്കലും രാധയായിരുന്നോ ഞാനെന്ന് കൃഷ്ണേട്ടൻ അറിയണ്ടെന്ന് കരുതി. എന്നെ തിരിച്ചറിഞ്ഞ് ജീവിതം ഇല്ലാതെ ആകുന്ന കൃഷ്ണേട്ടനേക്കാൾ എനിക്കിഷ്ടം ഒന്നും അറിയാതെ എന്റെ അച്ചൂട്ടിനെ നോക്കുന്ന കൂടെ പിറപ്പുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രസാദേട്ടനായിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അതെന്തായാലും തെറ്റിയില്ലേ ഇപ്പോ? ഒരിക്കലും രാധയാണ് എന്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നതെന്ന് ഞാൻ അറിയാതിരിക്കുക. അതിനേക്കാൾ വലിയ എന്ത് ക്രൂരതയാ ഈ ജന്മത്തിൽ ഈശ്വരൻ എന്നോട് കാട്ടാനാവുക. ഓ, ഓർക്കാൻ പോലും വയ്യ എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. ഞാൻ വിചാരിച്ചത് കുട്ടിക്കാലത്തെ ആ ഇഷ്ടത്തിനൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന അത്രയും മൂല്യം കൃഷ്ണേട്ടന്റെ മനസ്സിലിപ്പോ നമ്മുടെ ബന്ധത്തിനുണ്ടാവില്ല എന്നാ. തെറ്റ്. ആ ഇഷ്ടത്തിന് ഇന്നും എന്റെ ജീവനോളം വിലയുണ്ട്. ദാ ഈ നെഞ്ചിടിപ്പിനോളം വില. നിനക്ക് വേണമെങ്കിൽ അത് തൊട്ടു നോക്കാം. അരുത്. ഈ സമയത്ത് ഇങ്ങനൊന്നും പാടില്ല. കുളിച്ച് ഈറനായിട്ട് നിൽക്കുന്നത് തൃപ്പങ്കോട്ട് ദേവിയുടെ അംശമാ. ചടങ്ങുകൾ കഴിഞ്ഞേ അവൾ പൂർണ്ണമായും സ്വതന്ത്രയാവും. ഇതാ, വേഗം പോയി വേഷം മാറിയിട്ട് വരും. തിരുവാഭരണ യാത്ര എത്താറായിന്നാ കേട്ടത്. ഇതാ, ഈ സന്നിധിയിൽ വെച്ച് ഞാൻ വാക്ക് തരിക. കൊക്കിൽ ഒരിറ്റ ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും.
ഒരു നിമിഷമെങ്കിലും കൃഷ്ണേട്ടന്റെ രാധയായി ജീവിക്കാൻ. എന്തു വിഘ്നങ്ങളുണ്ടായാലും എല്ലാത്തിനെയും മറികടക്കണം. സകല ദൈവാനുഗ്രഹങ്ങളും കൂടെ ഉണ്ടാവും. എന്റെ ദേവി, എന്റെ രാധേ, ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ തന്നേക്കണേ. പുഷ്പനങ്ങൾ, നമുക്ക് ആ കടയിൽ കയറി ഒരു ബലൂണ് വാങ്ങിയാലോ? ചന്ദ്രേട്ടാ, ദേ അച്ചുവിന് ബലൂൺ വേണമെന്ന്. മോനെ അച്ചൂട്ടാ, അതൊക്കെ നമുക്ക് പിന്നെ കയറാം. ആദ്യം നമുക്ക് ദേവിയെ തൊഴണം, പിന്നെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കണം. അത് കഴിഞ്ഞ് മതി കടയിൽ കയറലും ബലൂൺ വാങ്ങലും ഒക്കെ. എന്തൊക്കെ ചടങ്ങുള്ളത്? വെടിക്കെട്ടുണ്ടോ ഈ അമ്പലത്തില്? എങ്കിൽ എനിക്കും കൂടി ഒരു മാലപ്പടക്കത്തിന് തീ കൊളുത്താനാ. മാലപ്പടക്കത്തിനേക്കാൾ കതിരയാ നല്ലത്. അതാകുമ്പോ നിനക്ക് ഓടാൻ എളുപ്പമാ. ചന്ദ്ര, ചന്ദ്ര, ഇപ്പോഴാണോ നിങ്ങൾ വരുന്നത്? എന്തു പറ്റി താമസിക്കാൻ? ഞാൻ ഒരാളാണെങ്കിൽ മുണ്ടോ വേഷ്ടിയോ തേച്ചെടുക്കുന്ന സമയം മതി ദാസപ്പൻ ചേട്ടാ. ഇതങ്ങനെയാണോ? പെണ്ണുങ്ങളും 3 പേര് ഒരുങ്ങി വരണ്ടേ? പിന്നെ മക്കളും കൊച്ചുമകനും വേറെ. ഇതിപ്പോ ആൺമക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും അറിയിച്ചില്ലല്ലോ ചന്ദ്രേട്ടാ. ആ, അതൊക്കെ ഞാൻ തന്നെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മോഹന. ഇനിയിപ്പോ ഉത്സവം ഭംഗിയായി നടന്നു കഴിഞ്ഞാ നാട്ടുകാരെ വിളിച്ച് ചടങ്ങായി നടത്തിക്കളയാം. എന്താ, അതുപോലെ? അതെന്താ ചന്ദ്ര, ഉത്സവം ഭംഗിയായി നടന്നാലെന്ന് പറഞ്ഞത്? ഉത്സവം നടക്കുമോ ഇല്ലേന്ന് തനിക്ക് ഇപ്പോഴും സംശയമുണ്ടോ? അതല്ല ദാസപ്പൻ ചേട്ടാ, പൂജ നടക്കണമെങ്കിൽ തൃപ്പങ്ങോട്ടെ രാധകുഞ്ഞെത്തണ്ടേ? ആ, ഉടവാളിന് മുന്നിൽ ദീപം തെളിയിക്കാതെ പൂജയോ ചടങ്ങോ മറ്റോ നടത്താൻ പറ്റുമോ? ഇതാ ഇപ്പൊ നല്ല കളി. തൃപ്പങ്ങോട്ടെ രാധക്കുഞ്ഞ് തന്നെ വരണമെന്ന് കമ്മിറ്റി തീരുമാനിച്ച പോലെ രാധക്കുഞ്ഞ് തന്നെ വന്നു കഴിഞ്ഞില്ലേ? ഉടവാളിന്റെ മുന്നിലെ ദീപം തെളിഞ്ഞു. എല്ലാരും കൂടി കയറി നോക്ക്, നേരിട്ട് കാണാം. ഷടാ, അഞ്ജലി ചേച്ചി അപ്പം നേരത്തെ എത്തിക്കഴിഞ്ഞു. അഞ്ജലിയോ? അതാരാ? മനസ്സിലായില്ലല്ലോ. അത് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇവൻ പെട്ടെന്ന് ഓർത്തപ്പോ ചോദിച്ചതാ, അല്ലടാ? അതെ അതെ. രാധക്കുഞ്ഞ് ചടങ്ങ് നടത്താനുള്ള വേഷം ധരിക്കാൻ പോയി. ഇപ്പൊ തൃപ്പങ്ങോട്ട് നിന്ന് തിരുവാഭരണമായി അവരെത്തും. ഞങ്ങൾ അവരെ ഒന്ന് നോക്കട്ടെ. നിങ്ങൾ ചെല്ലേ. ആ, കുഞ്ഞീച്ചി, വല്യേച്ചി ചടങ്ങുകളൊക്കെ ചെയ്തു തുടങ്ങി, കേട്ടില്ലേ? അതിനല്ലേ മോളെ ജീവനെടുത്ത് കയ്യിൽ പിടിച്ച് ചേച്ചി തൃപ്പങ്ങോട്ടേക്ക് വന്നത്. എല്ലാം പൂർത്തിയാക്കാനുള്ള ശക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആ ചന്ദ്രേട്ടാ, നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? നേരത്തെ വന്ന് കളം പിടിച്ചല്ലോ അവിടെ. ആരുടെ കാര്യ ചേട്ടത്തി പറയുന്നേ? വേറെ ആരുടെയാ? നിങ്ങളുടെ മൂത്ത മകൻ കൃഷ്ണപ്രസാദിന്റെ കാര്യം തന്നെയാ. കൃഷ്ണനെത്തിയോ? അപ്പൊ ചേച്ചി അറിഞ്ഞില്ലേ ഒന്നും? കൃഷ്ണപ്രസാദ് എത്തിയെന്ന് മാത്രമല്ല, ഉടവാൾ തറയിലെ നിലവിളക്ക് തെളിയിക്കാൻ ദീപവുമായി എത്തിയ രാധക്കുഞ്ഞിനെ തടയാനെത്തിയ ശത്രുക്കളെ അടിച്ചോടിച്ചു എന്നാ കേൾക്കുന്നത്. അല്ല രുക്മിണി, ലക്ഷണം കണ്ടിട്ട് ആളുകൾ പലതും പറയുന്നുണ്ട്. എന്നാലും ഒരു ആകാംക്ഷ, അതാ ചോദിക്കുന്നത്. ഈ രാധയും കൃഷ്ണനും തമ്മിൽ എന്താ? അത് ചേട്ടത്തി, പുരാണം വായിച്ചിട്ടില്ലേ? രാധയും കൃഷ്ണനും തമ്മിൽ എന്താണെന്ന് അവർക്ക് മാത്രമേ നിശ്ചയുള്ളൂ.
ലോകത്തിൽ ആർക്കും അറിയില്ല ആ രഹസ്യം. ദേ നാദനങ്ങൾ. ഏയ് നിക്കേ. എന്താണ് സുഭദ്രയുടെ ചന്ദ്രമോഹൻ അമ്മാവ, താനൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടല്ലേ? ദേവീ കാരുണ്യം കൊണ്ട് ആയിസറ്റ് പോയിട്ടില്ല ഇതുവരെ. ആ കാരുണ്യത്തിന്റെ ആനുകൂല്യം എത്ര നാളുണ്ടെന്ന് കണ്ടറിയണം. തന്റെ ആൺമക്കളൊക്കെ അങ്ങ് മുതിർന്നല്ലോ. മീശയ്ക്ക് ചെറിയ കനവും കറുപ്പൊക്കെ ആയല്ലോ. അതാ ഒരുത്തരം താടിയും വന്നല്ലോ. കല്യാണം ഒന്നും നോക്കുന്നില്ലേ? അതോ ഉറപ്പിച്ചോ ഈ പെണ്ണുങ്ങള്? തീരുമാനമായി വരുന്നു, ഉറപ്പിക്കുമ്പോ അറിയിക്കാം. അറിയിക്കണം. അല്ല, ഇവന്മാർക്ക് മൂത്ത ഒരുത്തനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? കൃഷ്ണപ്രസാദ്. അത് തന്നെ. അവനിപ്പോഴും ജീവനോടുണ്ടോ ഇവിടെയൊക്കെ? ആർക്കറിയാല്ലേ മനുഷ്യന്റെ ആയുസ് എവിടെ വെച്ചാ തീർന്നു പോകുന്നതെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നേ? നിങ്ങൾ എന്താ ശവിക്കുന്ന പോലെ സംസാരിക്കുന്നേ? എന്റെ മക്കളെ ദേവിക്ക് സമർപ്പിച്ച ഞാൻ ജീവിക്കുന്നേ. അവരുടെ ആയുസിന്റെ കാര്യവും ദേവി തീരുമാനിച്ചോളൂ. എല്ലാം ദേവി മാത്രമല്ല, ചിലതൊക്കെ ഈ അസുരനും കൂടി ചേർന്നാ തീരുമാനിക്കുന്നത്. നിങ്ങൾക്കൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. ഒടുക്ക ഏതായാലും തൃപ്പങ്ങോട്ട് പെണ്ണുങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് ഒരിടത്ത് തന്നെ എത്തിയല്ലേ? അതേതായാലും നന്നായി. ഇതോടെ എന്റെ ജോലി എളുപ്പമായി തന്നെ പറയാം. ലോകം മുഴുവൻ തിരഞ്ഞു തിരഞ്ഞ് നടക്കണ്ടല്ലോ അവരെ. ഒരു വാളുമായിട്ട് നേരെ വീട്ടിലോട്ട് കയറി വന്നാ മതി. എല്ലാത്തിനെയും തുണ്ടം തുണ്ടമാക്കിയിട്ട് അരിഞ്ഞിടാം. ഒന്നും മിണ്ടാതെ പോടോ മുന്നിന്ന്. ചുമ്മാ മിണ്ടായിരിക്ക. തൃപ്പങ്ങോട്ടെ രക്തമല്ലേ, തിളപ്പം കിതപ്പും ഒക്കെ കൂടും. പക്ഷെ കോട്ടയ്ക്കൽ മേഘനാഥനെ എല്ലാം കെടുത്തുന്ന ജലപ്രവാഹമാണ്. വഴിയെ മനസ്സിലാവും നിങ്ങൾക്ക്. വാടാ. നാദനങ്ങൾ എന്തിനാ ഇത്ര ദേഷ്യത്തിൽ പോകുന്നേ? അയാളൊരു നാഥനും അല്ല നന്ദനും അല്ല, പിശാച്. നിന്നോട് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പ്ലാൻ ബിയുടെ ചുക്കാൻ പിടിക്കേണ്ടത് നീ ഇവരൊക്കെയാ. അവരുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ച് നീ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവണം. ശരി.
നിന്റെ വിധി അത് തന്നെ. അപ്പോ ടാറ്റ ബൈ ബൈ. തിരിച്ചു വരുമ്പോ ജീവനോടെ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നമുക്ക്. തൽക്കാലം ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ചേട്ടൻ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അതാ ഉണ്ടക്കണ്ണീനെ തള്ളി വെളിയിൽ വന്നിരിക്കുന്നേ. നീ എങ്ങനെ രക്ഷപ്പെട്ടൂന്ന്? 1000 താഴിട്ട് പൂട്ടിയ രാവണൻ കോട്ടയൊന്നും അല്ലല്ലോടാ നിന്റെ ആ വീട്. ഏത് കൊച്ചുകുട്ടി വിചാരിച്ചാലും രക്ഷപ്പെടാൻ പറ്റും. നിന്റെ ബന്ധനങ്ങൾക്ക് ബലം കുറവാ. ആ, ഒരു കയറഴിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതി ഒരുപാട് അഹങ്കരിക്കണ്ട നീ. ഈ മേഘനാഥൻ വിചാരിച്ചാൽ ഇനിയും തീർക്കാൻ നിന്റെ അഹങ്കാരം. അയ്യോ, നമുക്കെന്തോന്ന് അഹങ്കാരം? അതിന്റെ ഹോൾസെയിൽ ഡീലർ ചേട്ടനല്ലേ? പക്ഷെ അതുകൊണ്ട് ഇനിയും വിലസാന്ന് കരുതരുത് നീ. ഇന്ന് തീർക്കും ഞാൻ, തീർത്ത് കെട്ടും. ഇവിടെ ഒരു കാഞ്ഞിരമരം നോക്കി വെച്ചിരിക്കുക, കോട്ടക്കൽ മേഘനാഥൻ എന്ന ബാധയെ ആണിയടിച്ച് തറയ്ക്കാൻ. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ വഴിയിൽ നീ കയറി നിൽക്കരുത്. നിന്റെ കുടുംബം ഞാൻ ജീവിച്ചിരിക്കുമ്പം രാധയും നിന്റെ മോനെയും കൊണ്ട് ജീവിക്കാന്ന് നീ കരുതുന്നുണ്ടോടാ? കാഞ്ഞിരമല്ല കാരിരുമ്പായാലും മേഘനാഥനെ തളയ്ക്കാൻ നീ ഒരു 7 ജന്മം കൂടി ജനിക്കേണ്ടി വരും. അതിന് ഈ ദേശത്തെ 4 ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ള തോന്നലാണെങ്കിൽ അത് വെറും വ്യാമോഹമാണ് മോനെ. അതിന്റെ കാരണം നീ ഇപ്പോഴേ കേട്ടുവച്ചോ. ഇവിടെ ഇന്ന് ആ ഉത്സവ ചടങ്ങ് പൂർത്തിയാവില്ല. അതിനുള്ള തറവേല ഒരുക്കിയിട്ട മേഘനാഥൻ ഈ വന്നിരിക്കുന്നത് തന്നെ. ഉടവാട് പൂജ ചെയ്ത് പൂർണ്ണ കുംഭം എടുത്ത് രാധ പ്രദക്ഷിണം പൂർത്തിയാക്കിയാലല്ലേ ചടങ്ങ് തീരൂ. വഴിയിലിട്ട് ആ വക്കീലിനൊരു പണി കൊടുത്തത് പാളിപ്പോയിന്ന് നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഈ മേഘനാഥന്റെ പദ്ധതികൾ. എന്റെ മകൻ കാശിനാഥന്റെ സ്ഥാനത്ത് നിന്റെ മകൻ അച്യുതിനെ തൃപ്പങ്ങോടിന്റെ ഭാവി അവകാശിയായി വാഴിക്കാൻ നിന്നെ അനുവദിക്കില്ല ഞാൻ. തൃപ്പങ്ങോട്ട് വാസുദേവന് സമാധി ഒരുക്കിയ ജലശ്മശാനത്തിൽ അവനെ ഞാൻ അടക്കും. കോട്ടയ്ക്കൽ മേഘനാഥൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടാ. ആ ഉറപ്പ് അങ്ങനങ്ങ് ഉറപ്പിക്കല്ലേ മേഘനാഥ? പറക്കമുറ്റാത്ത 3 പെൺകുട്ടികളെ ഒരു കൈക്കുഞ്ഞുമായി പലായനം ചെയ്യിപ്പിച്ച നിന്റെ പഴയ കാലം അല്ലേ ഇത്? ഞങ്ങൾ 3 കൊച്ചുകുട്ടികൾ മാത്രമുള്ള കാലത്ത് നീ വന്നെന്റെ അച്ഛന്റെ കഴുത്തിന് പിടിച്ച് കവളത്തടിച്ച കഥ അറിഞ്ഞ ആ വൈരാഗ്യം എന്റെ ഉള്ളിലുണ്ട്. ഇന്നീ ഉത്സവം കഴിയുമ്പോ നിന്റെ കോട്ടക്കലുള്ള അമ്മയോടും അമ്മാവനോടും ഒക്കെ വിളിച്ച് പറഞ്ഞേക്ക്, ഒരു വാഴയില വെട്ടി വിരിച്ചിട്ട് നാളികേരം ഉടച്ച് മലർത്തി തിരികൊളുത്തി കാത്തിരുന്നോളാൻ. അവർക്ക് വായ്ക്കിരിടാനുള്ള നിന്റെ ശരീരം കൊത്തി നുറുക്കി കൊടുത്തു വിടുഞ്ഞാൻ. വെറും വാക്ക് പറയല്ലേ കൃഷ്ണപ്രസാദ്. ഇന്നീ ഉത്സവ ചടങ്ങ് മുടങ്ങിയാൽ എനിക്ക് വേണ്ടപ്പെട്ടവരിൽ ആരുടെയെങ്കിലും ദേഹത്ത് നിന്റെ വൃത്തികെട്ട കൈവിരലുകൾ പതിഞ്ഞാൽ അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്. തൃപ്പങ്ങോട്ട് ദേവിയാണതിന് സാക്ഷി. ദാ ആ ഉടവാളും.
ഒരിക്കലും ശാശ്വതമാവില്ല. ദാ, തൃപ്പങ്ങോട്ട് ദേശത്തിന്റെ ഈ ശ്രീമൂല സ്ഥാനത്ത് വെച്ച് നിങ്ങളെ ഞാൻ ശപിക്കാം. മനസമാധാനമില്ലാതെ ഭാവിയിൽ നരകിക്കും. രോഗപീഠകൾ നിങ്ങളെ വലയം ചെയ്യും. വിശ്വസിച്ചവര് പോലും ചതിക്കാൻ കരുക്കൾ നീക്കും. ഒരാഗ്രഹവും സാധിക്കാതെ മനസ്സ് തകർന്ന് ചെയ്ത തെറ്റുകളുടെ പാപങ്ങൾ വേട്ടയാടി ഇഞ്ചിഞ്ചായിട്ട് നിങ്ങൾ മരിക്കും. നിങ്ങളുടെ കുഞ്ഞിനെ നൊന്തു പ്രസവിച്ച ഈ അമ്മയുടെ ശാപമായത്.